നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോ വർഷം കഴിയുന്തോറും ഇന്ത്യയുടെ പ്രതിരോധ മേഖല ദിനം പ്രതി കരുത്താർജിച്ചു വരികയാണ്. നിലവിൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് ആവശ്യമാണ്. കാരണം ശത്രുക്കളുടെ എണ്ണവും കൂടുകയാണ്. ചൈന, പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് നിരന്തരം ഭീഷണിയാകുന്ന ഈ സാഹചര്യത്തിൽ പുതിയ സംവിധാനങ്ങളും ആയുധങ്ങളുമാണ് ഇന്ത്യ കണ്ടുപിടിക്കുന്നത്. അത് ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല, എന്നാൽ അതിന് മറ്റുള്ള രാജ്യങ്ങളിലും ആവശ്യക്കാർ ഏറുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിയാണ് ഫ്രാൻസ് എന്നുള്ള കാര്യം നമുക്കറിയാം. യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും ഒക്കെയായി ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങിയ ചരിത്രം ഫ്രാൻസിനില്ല. ആ ചരിത്രം വഴിമാറുകയാണെന്നാണ് സൂചനകൾ. മറ്റൊന്നുമല്ല, ഇതിനകം തന്നെ കരുത്തു തെളിയിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പിനാക്ക റോക്കറ്റ് സംവിധാനം വാങ്ങാൻ ഫ്രാൻസ് ആലോചിക്കുന്നുവെന്നാണ് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന ചില സൂചനകൾ. ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആയുധ വിതരണക്കാരാണ് ഫ്രാൻസ്. അങ്ങനെ ഒരു രാജ്യം ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന്റെ ശക്തിയാണ് വെളിവാക്കുന്നത്. ലോക ആയുധ വ്യാപാരത്തിൽ ഇന്ത്യ സ്വന്തമായി ഒരിടം സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു. പതിയെ പതിയെ ആയുധ കയറ്റുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് ഫ്രാൻസുമായുള്ള ആലോചനകളുടെ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇന്ത്യയുടെ പിനാക്ക റോക്കറ്റ് സംവിധാനത്തിന് 90 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യങ്ങൾ ഭേദിക്കാനാകും. 3 മാസം മുമ്പ് ഫ്രഞ്ച് പ്രതിനിധി സംഘത്തിന് മുന്നിൽ പിനാക്കയുടെ പ്രകടനം വിലയിരുത്തുന്നതിനായുള്ള പ്രദർശനം നടന്നിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പിനാക്കയുടെ പ്രഹരശേഷിയിലും കൃത്യതയിലും ഫ്രാൻസ് തൃപ്തരാണെന്നാണ് വിവരങ്ങൾ. കരാറിലേക്ക് എത്താനുള്ള വിലപേശൽ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിൽ പിനാക്കയുടെ കാര്യവും ചർച്ചയിൽ ഉൾപ്പെട്ടേക്കും. എന്നാൽ ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അടുത്തിടെ അർമേനിയ ഇന്ത്യയിൽ നിന്ന് 4 പിനാക്ക റോക്കറ്റ് സംവിധാനം വാങ്ങിയിരുന്നു. 2000 കോടി രൂപയുടെ ഇടപാടായിരുന്നു അത്. ഇന്തോനേഷ്യ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളും പിനാക്കയിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ച ആയുധമാണ് പിനാക്ക. 44 സെക്കൻഡിനുള്ളിൽ 12 തവണ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാനാകുമെന്നതാണ് പിനാക്കയുടെ പ്രത്യേകത. ഇതിന്റെ 120 കിലോമീറ്റർ ദൂരപരിധിയുള്ള വകഭേദം DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് 1, മാർക്ക് 2 എന്നീ വകഭേദങ്ങളാണ് നിലവിലുള്ളത്. ദൂരപരിധി കൂടിയ പിനാക്ക റോക്കറ്റ് വരുന്നതോടെ മുൻ ശ്രേണികൾ ഒഴിവാക്കാനാണ് സൈന്യം പദ്ധതിയിടുന്നത്. പിനാക്ക സംവിധാനത്തിന് പൂർണ്ണമായി ഒരു ഫയർ കൺട്രോൾ കമ്പ്യൂട്ടറാണ് നിയന്ത്രിക്കുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓട്ടോണോമസ് ആയി അത് പ്രവർത്തിക്കുകയും ചെയ്യും. ഇതിനു പുറമെ സ്റ്റാൻഡ് അലോൺ മോഡ്, റിമോട്ട് മോഡ്, മാനുവൽ മോഡ് തുടങ്ങിയ രീതിയിലും ഉപയോഗിക്കാം. 2024 നവംബർ വരെയുള്ള വിവരങ്ങൾ പ്രകാരം ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കൽ 4 പിനാക്ക റെജിമെന്റുകളുണ്ട്. 6 എണ്ണത്തിന് കൂടി ഓർഡർ നൽകിയിട്ടുമുണ്ട്. ഓരോ പിനാക്ക റെജിമെന്റിലും 18 ലോഞ്ചറുകളാണുള്ളത്. ഇവയിൽ ഓരോന്നിനും 44 സെക്കൻഡിനുള്ളിൽ 40 കിലോമീറ്റർ ദൂരപരിധിയുള്ള 12 റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കഴിയും. ഇവയ്ക്ക് പുറമെ ഒരു റെജിമെന്റ് സപ്പോർട്ട് വെഹിക്കിൾ, ഒരു റഡാർ, ഒരു കമാൻഡ് പോസ്റ്റും എന്നിവയുണ്ട്. ഏതായാലും പിനാക്കയ്ക്ക് മറ്റുള്ള രാജ്യങ്ങളിലും ആവശ്യക്കാർ ഏറുകയാണ്. ഫ്രാൻസ് ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുകയാണ്. ഭാവിയിൽ മറ്റുള്ള രാജ്യങ്ങളും ഇതിനുവേണ്ടി ഇന്ത്യയെ സമീപിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.